ഹായ് ഗൈസ്, വെൽക്കം ടു ഫ്ലിഗെ കരിയർ. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്ലാരിഫിക്കേഷൻസും അതിൻ്റെ പ്രൊസീജിയേഴ്സും എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് മെയിനായിട്ടും വരിക, പിന്നെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ അതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സീരീസിലൂടെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വീഡിയോ ഒരുപാട് കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്ന പല കുട്ടികൾക്കും ജർമ്മനിയിലത്തെ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചോ കാര്യങ്ങളോ ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാൻ ജർമ്മനിയിൽ 7 കൊല്ലമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയും റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു 7 കൊല്ലത്തെ കുട്ടികളായിട്ടുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജർമ്മനിയിൽ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ 1 ഇയർ ആൻഡ് 2 ഇയർ ആൻഡ് 3 ഇയർ ഹൗസ് ബിൽഡിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 1 ഇയർ ആൻഡ് 2 ഇയർ എന്ന് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. അതിൽ 3 ഇയർ ഹൗസ് ബിൽഡിംഗ് ആണ് ജർമ്മനിൽ പറയുന്നത് ഫ്ലിഗെ ഫാഹ്മാൻ ഫാഹ്ഫ്രൗ. അതൊരു ജനറലിഷെ ഫ്ലിഗെ ഹൗസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും ആ ഒരു 3 ഇയർ ഹൗസ് ബിൽഡിങ്ങിലാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫുൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഒരു സവിശേഷതകളും ആ ഒരു 3 ഇയർ ഹൗസ് ബിൽഡിങ്ങിന് ഉണ്ട്. ഇനി നമുക്ക് ഈ 3 ഇയർ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ 1 ഇയർ ആൻഡ് 2 ഇയർ ഹൗസ് ബിൽഡിങ്ങിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് ജനറലായിട്ട് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിനായിട്ടും വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇപ്പോൾ 3 ഇയർ ഹൗസ് ബിൽഡിങ്ങിന് ഒരു 80% ഇപ്പോൾ എൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു 80 to 90% നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് വേണ്ടത് നിങ്ങൾ B2 ഫുൾ മൊഡ്യൂളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ എന്താണ് ഇതിൻ്റെ ഒരു നഴ്സിംഗിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ ബേസിക് ആയിട്ടൊന്ന് പറയാം. നിങ്ങൾക്കിപ്പോൾ ലാംഗ്വേജ് നിങ്ങളിപ്പോൾ ഒരു B2 ലെവൽ വരെ ലാംഗ്വേജ് പഠിക്കുക. A1 A2 B1 B2 4 ലെവലാണുള്ളത്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും ലാംഗ്വേജ് ലെവൽസ് ഉണ്ട്, C1 ആൻഡ് C2 ഉണ്ട്. നിങ്ങൾക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് മെയിനായിട്ടും വേണ്ടത് B2 ലെവൽ വരെയാണ്. അപ്പോൾ പല കുട്ടികൾക്കും തോന്നാം B1 എക്സാം എഴുതണോ അതോ B2 ഡയറക്റ്റ് എഴുതിയാൽ മതിയോ. അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് എഴുതിയാൽ മതി. ഞാൻ പറയുന്നത് ഒരു B1 എന്താണെങ്കിലും നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന ഏതൊരു കുട്ടിയും ഒരു B1 എക്സാം എഴുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ വർക്കിൻ്റെ സമയത്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ റെഗുലേഷൻ പ്രകാരം നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് നമുക്ക് 1 ഇയർ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി മാത്രമാണുള്ളത്. അപ്പോൾ നമുക്കൊരു B1 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് B2 എന്തായാലും മസ്റ്റാണ്. പക്ഷേ നമുക്ക് വിസ സംബന്ധമായിട്ടൊരു മിനിമം B1 ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് എലിജിബിൾ ആവും നിങ്ങൾ. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു കടമ്പ കടക്കാനാണ് എല്ലാവർക്കും ഫസ്റ്റ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു കാറ്റഗറി മനസ്സിൽ വരുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ വരിക ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിച്ച് പാസ്സാവണം എന്നുള്ള ഒരു കടമ്പയാണ് മെയിനായിട്ടും വരിക. അപ്പോൾ അത് നമ്മളിപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രൊവൈഡ് ചെയ്യുന്നത് ലാംഗ്വേജ് A1 A2 B1 B2 ആ ഒരു ഓർഡറിലാണ് പറയുന്നത്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് B2 മാത്രം പഠിച്ചാൽ മതിയോ? അങ്ങനെയല്ല. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് A1 പഠിക്കുക, അതാണ് നിങ്ങളുടെ ബേസ്. ആ A1 എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ ലെവലും ഈസി ആയിട്ട് വരും. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾ A1 to B2 വരെയുള്ള കംപ്ലീറ്റ് ലാംഗ്വേജ് ഫീസൊക്കെ കിട്ടുന്നുണ്ട്. ചില കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഫസ്റ്റ് നിങ്ങൾ A1 ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഫസ്റ്റ് A1 ലാംഗ്വേജിൻ്റെ ഫീസ് മാത്രം അടയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ലാംഗ്വേജിന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ലാംഗ്വേജ് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ജേർണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കുന്ന രജിസ്റ്റേർഡ് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിച്ച് ഞങ്ങൾ ത്രൂ കയറി വരുന്ന കുട്ടികൾക്ക് ലാംഗ്വേജിൻ്റെ പൂർണ്ണമായും പേയ്മെൻറ്റ് ഞങ്ങൾ റീഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിച്ച് ഇത്ര പൈസ കളഞ്ഞു എന്നുള്ള ഒരു ബേർഡൻ കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു.